ഇന്ന് ഇന്ത്യൻ സിനിമയിൽ തൻ്റേതായ ഇടം കണ്ടെത്തിയ നടനാണ് ടോവിനോ തോമസ്. പാൻ ഇന്ത്യൻ തലത്തിലുള്ള നടൻ്റെ വളർച്ച മലയാളികളും ആഘോഷിക്കുന്നു. എന്നാൽ ടോവിനോയുടെ തുടക്കകാലം അത്ര എളുപ്പമായിരുന്നില്ല. ഒരു നല്ല ജോലി ഉപേക്ഷിച്ച് സിനിമയിലേക്കുള്ള വരവും സാമ്പത്തിക തകർച്ചയും മാനസികമായ തളർച്ചയും എല്ലാം കൂടെ നിന്ന് സഹിച്ചവളും തനിക്ക് ഏറ്റവും പിന്തുണയായി നിന്നവളുമാണ് എന്ന് ടോവിനോ പറഞ്ഞിട്ടുണ്ട്. +1 പഠിക്കുമ്പോഴാണ് ലിഡിയയെ ടോവിനോ ആദ്യമായി കാണുന്നത്. വേറെ ഡിവിഷനിലായിരുന്നു. പക്ഷേ മലയാളം ക്ലാസ്സിൽ ലിഡിയ ഞങ്ങളുടെ ക്ലാസ്സിലേക്ക് വരും. ഹിന്ദി ഓപ്ഷനായി എടുത്തവർ മറ്റൊരു ക്ലാസ്സിലേക്ക് പോകും. 10ാം ക്ലാസ്സിൽ 90% മുകളിൽ മാർക്ക് വാങ്ങി എത്തിയവരാണ് ക്ലാസ്സിൽ. ആദ്യം തൻ്റെ ടീച്ചർ ആവശ്യപ്പെട്ടത് മലയാള അക്ഷരമാല എഴുതാനായിരുന്നു. ക്ലാസ്സിൽ ഒറ്റ എണ്ണത്തിനും അതറിയില്ല. ഞാനും എൻ്റെ 2 സുഹൃത്തുക്കളും എങ്ങനെ കോപ്പിയടിക്കും എന്ന് നോക്കുമ്പോഴാണ് ഒരു പെൺകുട്ടി എല്ലാം എഴുതി പേനയും അടച്ചിരിക്കുന്നത് കണ്ടത്. അന്ന് കോപ്പിയടിക്കാൻ വേണ്ടി ചോദിച്ചത് മുതലാണ് ആ ബന്ധം തുടങ്ങുന്നത്. സ്കൂൾ പഠനം പൂർത്തിയാക്കി. പിന്നീട് കോയമ്പത്തൂരിലാണ് 2 പേരും കോളേജ് പഠനം പൂർത്തിയാക്കിയത്. എന്താണ് ലിഡിയയിൽ കൂടുതൽ ആകർഷിച്ചത്, എന്താണ് ക്വാളിറ്റി എന്നൊക്കെ ചോദിച്ചാൽ ഒരു കാരണമായി പറയാൻ പറ്റില്ല. ഞങ്ങൾക്ക് പരസ്പരം കണക്ട് ചെയ്യാൻ പറ്റി. അങ്ങനെ സംഭവിക്കുമ്പോഴാണല്ലോ ഏതൊരു പ്രണയവും വിവാഹത്തിലേക്കെത്തുന്നത്. പറയാതെ തന്നെ കാര്യങ്ങൾ പരസ്പരം മനസ്സിലാക്കാൻ സാധിക്കുന്നു എന്നതാണ് ഞങ്ങളുടെ ബന്ധം. പരസ്പരം അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകാറുണ്ട്. പക്ഷേ അവസാനം ഒരു പോയിന്റിൽ അത് ഒന്നിക്കാൻ പറ്റാറുണ്ട്. എൻ്റെ വളർച്ചയിൽ ഭയങ്കരമായി എക്സൈറ്റ്മെൻ്റായി വലിയ മോട്ടിവേഷനൊക്കെ തരുന്ന ആളല്ല. പക്ഷേ എപ്പോഴും എനിക്കൊരു പോസിറ്റീവ് വൈബായി കൂടെ ഉണ്ടാകാറുണ്ട്. ഭയങ്കരമായ മൂഡ് സ്വിങ്സ് ഒക്കെയുള്ള ആളാണ് ഞാൻ. സിനിമയൊക്കെ പരാജയപ്പെട്ടാൽ ഡിപ്രഷൻ അടിക്കും. അല്ലെങ്കിൽ ഒരു നല്ല സിനിമ കണ്ടുവന്നിട്ട് അത് നമുക്ക് കിട്ടിയില്ലല്ലോ എന്നാലോചിച്ച് നിരാശപ്പെടും. അതൊക്കെ സഹിക്കുക എന്ന് പറയുന്നത് വലിയ കാര്യമല്ലേ. ഞാൻ വിഷമിച്ചിരിക്കുമ്പോൾ വലിയ മോട്ടിവേഷൻ തന്നില്ലെങ്കിലും അടുത്ത് വന്നിരിക്കുന്നത് തന്നെ വലിയ കാര്യമാണെന്നും ടോവിനോ പറഞ്ഞു. സിനിമയിലേക്ക് വരാൻ തന്നെ കാരണമായത് ലിഡിയയാണ്. 15ാം വയസ്സ് മുതൽ എന്നെ അറിയാവുന്ന ആളാണ്. എനിക്ക് സിനിമയോട് എത്രത്തോളം ഇഷ്ടമാണെന്ന് ഞാൻ പറയാതെ തന്നെ മനസ്സിലാക്കിയിട്ടുമുണ്ട്. പഠനമൊക്കെ കഴിഞ്ഞ് വലിയ മൾട്ടിനാഷണൽ കമ്പനിയിൽ എഞ്ചിനീയറായി എത്തിയപ്പോഴാണ് ഇതെനിക്ക് പറ്റിയ പണിയല്ല എന്ന് തിരിച്ചറിഞ്ഞത്. എന്ത് ചെയ്യും എന്ന് ചോദിച്ച് ലിഡിയയെ വിളിച്ചപ്പോൾ സിനിമ ആഗ്രഹിക്കുന്നില്ലേ, ആ വഴി ശ്രമിക്കൂ എന്ന് പറഞ്ഞു. ഒരു ബാക്ക്ഗ്രൗണ്ടും ഇല്ലാത്ത എന്നെ പോലെ ഒരാൾക്ക് സിനിമ പറ്റുമോ എന്ന് ചോദിച്ചപ്പോൾ അത് ശ്രമിച്ചാലേ അറിയൂ എന്നായിരുന്നു അവളുടെ മറുപടി. 2014 ടോവിനോയുടെയും ലിഡിയയുടെയും വിവാഹം കഴിഞ്ഞത്. ആ സമയത്ത് ടോവിനോ എന്ന് നിന്റെ മൊയ്തീൻ എന്ന സിനിമ ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു. അതുകൊണ്ട് ആ നീളമുള്ള കൃതാവൊക്കെ വെച്ചിട്ടാണ് വിവാഹത്തിന് വന്നത്. സിനിമ റിലീസ് ചെയ്യുന്ന സമയത്ത് ലിഡിയ 7 മാസം ഗർഭിണിയായിരുന്നു എന്ന് ടോവിനോ പറഞ്ഞിരുന്നു. 2 മക്കളാണ് ടോവിനോയ്ക്കും ലിഡിയയ്ക്കുമുള്ളത്.